ശ്രീ ശങ്കരഭഗവത്പാദർ രചിച്ച അദ്വൈതാനുഭൂതി എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 46-ാം ശ്ലോകം. തഥായമാത്മവദ്ഭാതി ജാഗ്രദ്ദേഹസ്തു ജാഗരാത് ജാഗ്രദ്ദേഹവിനാശേന നാത്മാ നശ്യതി കർഹിചിത്. തഥാ സ്വപ്നദേഹം എപ്രകാരമാണോ ആത്മാവിനോടുകൂടി പ്രകാശിച്ചിരുന്നത് അപ്രകാരം ജാഗരാത് ഉണർന്നു വരുമ്പോൾ അയം ജാഗ്രദ്ദേഹ തു ഈ ഉണർവിലെ ദേഹവും ആത്മവത് ഭാതി ആത്മാവിനോട് കൂടി തന്നെ പ്രകാശിക്കുന്നു. ജാഗ്രദ്ദേഹ വിനാശേന അതുകൊണ്ട് ഉണർന്നിരിക്കുമ്പോഴുള്ള ദേഹത്തിൻ്റെ നാശം കൊണ്ടും കർഹിച്ചിത് ഒരിടത്തും ആത്മാ ന നശ്യതി ആത്മാവ് നശിക്കുന്നതേയില്ല. സ്വപ്നദേഹം എപ്രകാരമാണോ ആത്മാവിനോട് കൂടി പ്രകാശിച്ചിരുന്നത് അപ്രകാരം ഉണർവിലെ ദേഹവും ആത്മാവിനോട് കൂടി തന്നെ പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഉണർവിലെ ദേഹത്തിൻ്റെ നാശം കൊണ്ടും ഒരിടത്തും ആത്മാവ് നശിക്കുന്നതേയില്ല. ന ആത്മാ നശ്യതി കർഹിച്ചിത് ആത്മാവ് ഒരിടത്തും നശിക്കുന്നില്ല. എങ്ങനെ അറിയാം? സ്വപ്നദേഹത്തിലിരുന്ന ആത്മാവ് ആ ദേഹം വിട്ടിട്ട് ഉണർവിലെ ദേഹത്തിൽ പ്രവേശിക്കുന്നു. ഒരു ദേഹം വിട്ടിട്ട് മറ്റൊരു ദേഹത്തിലേക്ക് കടക്കുന്ന ആത്മാവ് സ്വതന്ത്രനാണെന്ന് പറയേണ്ടതില്ലല്ലോ. വേണമെങ്കിൽ സ്വതന്ത്രനായ ആത്മാവിന് രണ്ടു ദേഹവും വിട്ടിട്ട് നിൽക്കാൻ കഴിയുമെന്ന് തീർച്ചയാകുന്നു. രണ്ടു വീടുകളിൽ മാറി മാറി താമസിക്കുന്ന പുരുഷൻ സ്വതന്ത്രനാണ്. വേണമെങ്കിൽ അയാൾക്ക് രണ്ടു വീടും വിട്ടിട്ട് സ്വതന്ത്രനായി നിൽക്കാനും കഴിയും. അതുകൊണ്ട് ദേഹനാശം കൊണ്ടൊന്നും ഒരിടത്തും ആത്മാവിന് നാശമില്ല എന്നറിയേണ്ടതാണ്. ഇതറിയുന്ന സത്യാന്വേഷി ദേഹങ്ങളെ മാറ്റി നിർത്തി ആത്മാവിനെ സ്വതന്ത്രനാക്കേണ്ടതാണ്. ഏതുപോലെ? 47-ാം ശ്ലോകം. ഹിത്വായം സ്വാപ്നികം ദേഹം ജാഗ്രദ്ദേഹമപേക്ഷത്തെ ജാഗ്രദ്ദേഹേ പ്രബുദ്ധോയം ഹിത്വാത്മാനം യഥാ തഥാ. യഥാ എപ്രകാരമാണോ അയം ഈ ആത്മാവ് സ്വാപ്നികം ദേഹം ഹിത്വാ സ്വപ്നദേഹം കൈവെടിഞ്ഞ് ജാഗ്രദ്ദേഹം അപേക്ഷത്തെ ഉണർവിലെ ദേഹം കൈക്കൊള്ളുന്നത് തഥാ അപ്രകാരം ജാഗ്രദ്ദേഹ പ്രബുദ്ധ ഉണർന്നിരുന്ന ദേഹത്തിൽ നിന്നും സത്യം കണ്ടുണർന്നയാൾ ഹിത്വാ ആ ഉണർവിലെ ദേഹത്തെ കൈവെടിഞ്ഞ് ആത്മാവിനെ പ്രാപിക്കുന്നു. ഈ ആത്മാവ് എപ്രകാരമാണോ സ്വപ്നദേഹം കൈവെടിഞ്ഞ് ഉണർവിലെ ദേഹം കൈക്കൊള്ളുന്നത് അപ്രകാരം ഉണർന്നിരുന്ന ദേഹത്തിൽ നിന്നും സത്യം കണ്ടുണർന്നയാൾ ഉണർവിലെ ദേഹത്തെ കൈവെടിഞ്ഞ് ആത്മാവിനെ പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ആത്മപ്രാപ്തി. ഒരാത്മാന്വേഷി മേൽ വിവരിച്ച പ്രകാരം ആത്മാവ് ദേഹഭിന്നനാണെന്ന് വിചാരം ചെയ്തുറപ്പിക്കേണ്ടതാണ്. എപ്പോൾ? ജാഗ്രദ്ദേഹത്തിൽ ഉണർന്നു വർത്തിക്കുമ്പോൾ. സ്വപ്നത്തിലും സുഷുപ്തിയിലും സത്യവിചാരം സാധ്യമല്ലല്ലോ. ഇക്കാര്യമാണ് പദ്യത്തിൽ ജാഗ്രദ്ദേഹ പ്രബുദ്ധോയം എന്ന ഭാഗം കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. തത്വവിചാരം കൊണ്ട് ആത്മസ്വരൂപം ബുദ്ധിക്ക് തെളിഞ്ഞു കിട്ടിയാൽ പിന്നെ നിരന്തരമായ നിധിധ്യാസനത്തിലൂടെ ആത്മാവിനെ ദേഹങ്ങളിൽ നിന്നും വേർപെടുത്തി തെളിച്ചനുഭവിക്കാൻ കഴിയും. ഇക്കാര്യമാണ് ഹിത്വാത്മാനം യഥാ തഥാ എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദേഹത്രയത്തെയും കൈവെടിഞ്ഞ് ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുമെന്ന് താൽപ്പര്യം. ദേഹത്രയത്തെയും ഏതുപോലെയാണ് വെടിയാൻ കഴിയുക? ആത്മാവ് സ്വപ്നദേഹം വെടിഞ്ഞ് ജാഗ്രദ്ദേഹത്തെ പ്രാപിക്കുന്നത് പോലെ 3 ദേഹവും വെടിഞ്ഞ് ആത്മസ്വരൂപം പ്രാപിക്കാൻ കഴിയും. അതിരിക്കട്ടെ, ആത്മസ്വരൂപം പ്രാപിച്ചയാളിൻ്റെ അനുഭവം എന്തായിരിക്കും?
പറയാം. 48-ാം ശ്ലോകം. സ്വപ്നഭോഗേ യഥൈവേച്ഛാ പ്രബുദ്ധസ്യ ന വിദ്യത്തെ അസത്സ്വർഗാദികേ ഭോഗേ നൈവേച്ഛാ ജ്ഞാനിനസ്തഥാ. പ്രബുദ്ധസ്യ ഉറക്കത്തിൽ നിന്നുണർന്നവന് സ്വപ്നഭോഗേ സ്വപ്നസുഖത്തിൽ യഥാ എപ്രകാരമാണോ ഇച്ഛ ആഗ്രഹം ന വിദ്യത്തെ ഏവ ഇല്ലാതിരിക്കുന്നത് തഥാ അപ്രകാരം ജ്ഞാനിനഃ അദ്വൈത സത്യം കണ്ടുണർന്നയാളിന് അസത് സ്വർഗാദികേ ഭോഗേ ഇല്ലാത്ത സ്വർഗസുഖം തുടങ്ങിയവയിൽ ഇച്ഛ ന ഏവ ആഗ്രഹമുണ്ടാകുന്നില്ല. ഉറക്കത്തിൽ നിന്നുണർന്നവന് സ്വപ്നസുഖത്തിൽ എപ്രകാരമാണോ ആഗ്രഹമില്ലാതിരിക്കുന്നത് അപ്രകാരം അദ്വൈത സത്യം കണ്ടുണർന്നയാളിന് ഇല്ലാത്ത സ്വർഗസുഖത്തിലും മറ്റും ആഗ്രഹമുണ്ടാകുന്നില്ല. നൈവേച്ഛ ജ്ഞാനിനസ്തഥ ജ്ഞാനിക്ക് ഇല്ലാത്ത സ്വർഗസുഖത്തിലും മറ്റും ആഗ്രഹമേ ഉണ്ടാകുന്നില്ല. ഏതുപോലെ സ്വപ്നത്തിൽ നിന്നുണർന്നവന് സ്വപ്നസുഖത്തിൽ ആഗ്രഹമില്ലാതിരിക്കുന്നത് പോലെ ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നത്തിൽ കണ്ടവയെല്ലാം ഇല്ലാത്ത ഭ്രമാനുഭവങ്ങളാണെന്ന് തെളിയുന്നു. അതുപോലെ അദ്വൈത സത്യം കണ്ടുണരുന്നയാളിൻ്റെ മുമ്പിൽ പ്രപഞ്ചം മുഴുവൻ ഒരു സ്വപ്നം പോലെയോ ഇന്ദ്രജാലം പോലെയോ മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അജ്ഞാനിക്ക് ഇല്ലാത്ത സ്വർഗാദി സുഖങ്ങളിൽ കൗതുകമേ ജനിക്കുന്നില്ല. അദ്ദേഹം ശുദ്ധമായ ബ്രഹ്മാനന്ദം ഇടതടവില്ലാതെ അനുഭവിക്കുന്നു. താൻ അനുഭവിക്കുന്ന ആനന്ദം ദേഹം വിട്ടുപോയാലും നഷ്ടപ്പെടാത്ത തൻ്റെ സ്വരൂപമാണെന്നും ജ്ഞാനിക്ക് തെളിഞ്ഞു കിട്ടുന്നു. പിന്നെ എങ്ങനെയാണ് ഇല്ലാത്ത സ്വർഗാദി സുഖങ്ങളിൽ കൗതുകം വരിക? ജ്ഞാനലാഭത്തിന് മുൻപ് താൻ അനുഭവിച്ച എല്ലാ സുഖങ്ങളും സ്വന്തം മേന്മകളും വെറും ജഡഭ്രമങ്ങൾ മാത്രമായിരുന്നു എന്ന് ജ്ഞാനിക്ക് ബോധ്യമാകുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. ജ്ഞാനലാഭത്തിന് മുൻപ് താൻ അനുഭവിച്ച എല്ലാ സുഖങ്ങളും സ്വന്തം മേന്മകളും വെറും ജഡഭ്രമങ്ങൾ മാത്രമായിരുന്നു എന്ന് ജ്ഞാനിക്ക് ബോധ്യമാവുന്നു. 49-ാം ശ്ലോകം. ഭോക്ത്രാ ബഹിർയഥാ ഭോഗ്യഃ സർപ്പോ ദൃശതി കൽപ്പികഃ രൂപശീലാദയശ്ചാത്മഭോഗാ ഭോഗ്യസ്വരൂപകാഃ. ഭോക്താവായ ആത്മാവിനാൽ ഭോഗ്യഃ ഭോഗ്യമായി കരുതപ്പെട്ടിരുന്നതൊക്കെ ദൃശതി കല്ലിൽ സർപ്പഃ ഏവ രേഖപ്പെടുത്തിയിരിക്കുന്ന പാമ്പിൻ്റെ ചിത്രമെന്ന പോലെ ബഹിഹി തന്നിൽ തന്നെ പുറത്തെന്ന പോലെ കൽപ്പിതഃ കൽപ്പിക്കപ്പെട്ടിരുന്നതാണ്. രൂപശീലാദയഃ ആത്മഭോഗാഃ ച രൂപം ശീലം തുടങ്ങിയ ആത്മവൈശിഷ്ട്യങ്ങളും ഭോഗ്യസ്വരൂപകാഃ തന്നിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭോഗ്യരൂപങ്ങൾ തന്നെ. ഭോക്താവായ ആത്മാവിനാൽ ഭോഗ്യമായി കരുതപ്പെട്ടിരുന്നതൊക്കെ കല്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പാമ്പിൻ്റെ ചിത്രമെന്ന പോലെ തന്നിൽ തന്നെ പുറത്തെന്ന പോലെ കൽപ്പിക്കപ്പെട്ടിരുന്നതാണ്. രൂപം ശീലം തുടങ്ങിയ ആത്മവൈശിഷ്ട്യങ്ങളും തന്നിൽ കൽപ്പിക്കപ്പെട്ടിരുന്ന ഭോഗ്യരൂപങ്ങൾ തന്നെ. ജ്ഞാനിയുടെ ലോകം. ജ്ഞാനലാഭത്തിന് മുൻപ് താൻ അനുഭവിക്കപ്പെടുന്ന സുഖസാധനങ്ങൾ എന്നിങ്ങനെ 2 എണ്ണം ഉണ്ടായിരുന്നു. ജ്ഞാനലാഭത്തോടെ ബോധാനന്ദരൂപനായ താൻ മാത്രമേയുള്ളൂ എന്ന് തെളിയുന്നു. അപ്പോൾ ജ്ഞാനത്തിന് മുൻപ് ഭോഗ്യങ്ങളായി കണ്ടിരുന്നവയോ എല്ലാം കല്ലിലെ സർപ്പചിത്രമെന്ന പോലെ വെറുതെ പുറമേ കൽപ്പിക്കപ്പെട്ടിരുന്നവ. കല്ലിലെ സർപ്പചിത്രം കണ്ടാൽ കുട്ടികൾക്കും മറ്റും കല്ലിനു വെളിയിൽ സർപ്പം ചുറ്റിക്കിടക്കുന്നതുപോലെ തോന്നാം. എന്നാൽ അറിവുള്ളയാൾക്ക് കല്ലല്ലാതെ അവിടെ ലേശം പോലും മറ്റൊന്നില്ല. ഈ നിലയിൽ അറിവുള്ളയാൾ ആ പാമ്പിനെ പിടിക്കാനോ കൊല്ലാനോ ഒന്നും തുനിയുന്നില്ല. അതുപോലെ അദ്വൈത ബ്രഹ്മാനന്ദത്തിൽ എത്തിച്ചേർന്ന ജ്ഞാനിക്ക് സ്വർഗാദി ലോകങ്ങൾ പോലും കല്ലിലെ പാമ്പെന്ന പോലെ കാണപ്പെടുന്ന കൽപ്പനകൾ മാത്രം. അതുകൊണ്ട് അദ്ദേഹം അവയെ ഗ്രഹിക്കാനോ തള്ളിക്കളയാനോ ഒരുമ്പിടുന്നില്ല.
അവനവൻ്റെ രൂപശീലാദി ഗുണങ്ങൾ പോലും വെറും കൽപ്പനകൾ. അതുകൊണ്ട് ഒരു ജ്ഞാനി അവയൊന്നും നേടാനോ നിലനിർത്താനോ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം സദാ രണ്ടില്ലാത്ത സ്വരൂപാനന്ദത്തിൽ മഗ്നനായി കഴിഞ്ഞുകൂടുന്നു. 50-ാം ശ്ലോകം. ജ്ഞാനലാഭത്തോടെ സംസാരം പൂർണ്ണമായും ഒഴിഞ്ഞു മാറുന്നു. ജ്ഞസ്യ നാസ്ത്യേവ സംസാരോ യദ്വദജ്ഞസ്യ കർമ്മിണഃ ജാനതോ നൈവ ഭീര്യദ്വദ്രജ്ജുസർപ്പമവജാനതഃ. അജ്ഞസ്യ കർമ്മിണഃ, അജ്ഞനായി കർമ്മത്തിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിക്ക് യദ്വത്, എങ്ങനെയോ അതുപോലെ, ജ്ഞസ്യ, അദ്വൈത പരമസത്യം അനുഭവിക്കുന്ന ജ്ഞാനിക്ക് സംസാരഃ ന അസ്തി ഏവ, സംസാരം അവശേഷിക്കുന്നില്ല. രജ്ജുസർപ്പം അജാനതഃ യദ്വത്, കയറിലെ സർപ്പത്തെ തിരിച്ചറിയാത്തവനെന്ന പോലെ. ജാനതഃ ഭീഹി ന ഏവ, തിരിച്ചറിയുന്നവന് ഭയം ഇല്ല തന്നെ. അജ്ഞനായി കർമ്മത്തിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെയോ അതുപോലെ അദ്വൈത പരമസത്യം അനുഭവിക്കുന്ന ജ്ഞാനിക്ക് സംസാരം അവശേഷിക്കുന്നില്ല തന്നെ. കയറിലെ സർപ്പത്തെ തിരിച്ചറിയാത്തവനെന്ന പോലെ തിരിച്ചറിയുന്നവന് ഭയം ഇല്ല തന്നെ. ജ്ഞസ്യ നാസ്ത്യേവ സംസാരഃ, അദ്വൈത പരമസത്യം അനുഭവിക്കുന്ന ജ്ഞാനിക്ക് സംസാരം ഇല്ല തന്നെ. പരമസത്യമായ അഖണ്ഡബോധത്തിൽ ഭ്രമരൂപമായ കർമ്മം പടുത്തുയർത്തുന്ന ഭ്രമപ്രതിഭാസമാണ് ജഗത്ത്. പരമകാരണമായ ബോധത്തെ അറിയാത്ത അജ്ഞൻ കർമ്മവും കർമ്മജന്യമായ ജഗത്തും സത്യമെന്നു കരുതുന്നു. അങ്ങനെ സുഖത്തിനായി അയാൾ കർമ്മത്തിൽ മുഴുകുന്നു. ഉണ്ടായി നശിക്കുന്ന കർമ്മഫലങ്ങളിൽ മോഹിച്ച് ഒന്നിലും തൃപ്തി വരാതെ കൂരിരുട്ടിൽ ജീവിതത്തെ നീട്ടിക്കൊണ്ടുപോകുന്നു. ഇതാണല്ലോ സംസാരം. സത്യം തിരയുന്നയാൾ ജഗത്തിൻ്റെ പരമകാരണമായ ബോധത്തെ സ്വസ്വരൂപമായി കണ്ടെത്തുന്നു. അതോടെ താനല്ലാതെ ഇവിടെ അണുപോലും മറ്റൊന്നുമില്ലെന്നും അനുഭവിക്കുന്നു. ഈ അനുഭവം ഒടുങ്ങാത്ത അദ്വൈത ആനന്ദവും പ്രദാനം ചെയ്യുന്നു. ഇവിടെ ഇനി എന്തു സംസാരമാണ് അവശേഷിക്കുക? രണ്ടുണ്ടെന്ന് തോന്നുന്നിടത്തല്ലേ സംസാരഭയം ആരംഭിക്കുന്നത്? കയറിലെ സർപ്പത്തെ സർപ്പമായി കാണുന്നവൻ ഭയക്കുന്നു. കയറു കണ്ടവന് ഭയം വിട്ടുമാറുന്നു. ഇതല്ലേ നിയമം? ഒരിക്കൽ കൂടി വായിക്കാം. ഉണ്ടായി നശിക്കുന്ന കർമ്മഫലങ്ങളിൽ മോഹിച്ച് ഒന്നിലും തൃപ്തി വരാതെ കൂരിരുട്ടിൽ ജീവിതത്തെ നീട്ടിക്കൊണ്ടുപോകുന്നു അജ്ഞൻ കർമ്മവും കർമ്മജന്യമായ ജഗത്തും സത്യമെന്നു കരുതുന്നു. അങ്ങനെ സുഖത്തിനായി അയാൾ കർമ്മത്തിൽ മുഴുകുന്നു. ഇതാണല്ലോ സംസാരം. സത്യം തിരയുന്നയാൾ ജഗത്തിൻ്റെ പരമകാരണമായ ബോധത്തെ സ്വസ്വരൂപമായി കണ്ടെത്തുന്നു. അതോടെ താനല്ലാതെ ഇവിടെ അണുപോലും മറ്റൊന്നുമില്ലെന്നും അനുഭവിക്കുന്നു. ഈ അനുഭവം ഒടുങ്ങാത്ത അദ്വൈതാനന്ദവും പ്രദാനം ചെയ്യുന്നു. ഇവിടെ ഇനി എന്തു സംസാരമാണ് അവശേഷിക്കുക? രണ്ടുണ്ടെന്ന് തോന്നുന്നിടത്തല്ലേ സംസാരഭയം ആരംഭിക്കുന്നത്? കയറിലെ സർപ്പത്തെ സർപ്പമായി കാണുന്നവൻ ഭയക്കുന്നു. കയറു കണ്ടവന് ഭയം വിട്ടുമാറുന്നു. ഇതല്ലേ നിയമം? 51-ാം ശ്ലോകം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.